ഇന്ന് നമുക്ക് കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ബറാത്ത് ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വരുന്ന രണ്ട് പായസങ്ങളാണ് കേട്ടോ. ഒന്ന് ഗോതമ്പ് പായസം, ഒന്ന് നമ്മുടെ പഴം വെച്ചിട്ടുള്ള കായ്ക്കറി എന്ന് പറയും അതിന്. ആ ഒരു പായസമാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് കായ്ക്കറി വെച്ചിട്ടുള്ള കായ്ക്കറി പായസമാണ് കേട്ടോ കാണിക്കുന്നത്. ബറാത്തിന് എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും ഇത് നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അധികം ആർക്കും, അതായത് നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവർക്കും അറിയാം, അതല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ്, അത് ഒരു 3/4 കപ്പ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഒരു ഇച്ചിരി നേരം വെള്ളത്തിൽ കിടന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ഉടഞ്ഞു പോവരുത് വേവിക്കുന്ന സമയത്ത്. പിന്നെ ഒരു 1/4 കപ്പ് പച്ചരിയും പിന്നെ 2 തേങ്ങയുടെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തിരിയൊക്കെ ചുടുന്ന അരിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കൂലേ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നൈസ് പത്തിരി, ഒറോട്ടി അതിനൊക്കെ കുഴക്കൂലേ, അതുപോലെ നല്ല കട്ടിക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൽ അതിൻ്റെ തട്ട് ഇറക്കി വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തട്ട് ഇറക്കി വെച്ചിട്ട് ഇത്തിരി ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച പൊടി ഈ ഒരു ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതല്ല, ചെറിയ ബോൾ രൂപത്തിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണിത്. ഞങ്ങളിപ്പോൾ ഒരു 5-8 പേർക്ക് കുടിക്കാനുള്ളതായതുകൊണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പ് ഇച്ചിരി വെള്ളമൊഴിച്ച് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് അതും ഒന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ മതി. നമ്മളിത് വെള്ളത്തിലിട്ടതുകൊണ്ടെന്ന് ഒറ്റ വിസിൽ മതി, ഉടഞ്ഞു പോകരുത്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അത് രണ്ടും അവിടുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പാലെടുക്കണം. അതായത് നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇത് മസ്റ്റാണ്, നിങ്ങൾ പാൽ വെച്ചിട്ടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒന്നാം പാലെടുക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജാറ് കഴുകിയിട്ട് ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് കട്ടിപ്പാൽ നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇത് ലാസ്റ്റ് അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി നമുക്ക് എത്രയാണ് പാല് കിട്ടുന്നത് അത് മുഴുവൻ എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ ഒന്നാം പാൽ നമുക്ക് വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാം പാൽ ബാക്കി വരുന്ന എത്രത്തോളം ആ ഒരു തേങ്ങയിൽ നിന്ന് പാല് കിട്ടുന്നു അത്രയും എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. കൂടുതൽ വെള്ളം പോലെ ആക്കണ്ട. എന്നിട്ട് നമുക്ക് നേരത്തെ കുതിർത്തി വെച്ച ഒരു പച്ചരി ഉണ്ടല്ലോ, അതിലേക്ക് ഇച്ചിരി രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് ആ പച്ചരി 2 ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ അറിയാത്തവർ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല വലുപ്പമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറുതാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, ഒരു ഇച്ചിരി വലുപ്പമുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമ്മുടെ രണ്ടാം പാല് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പച്ചരി അരച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ വീണ്ടും ഒരു 3/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. മധുരം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പം അടുപ്പൊന്ന് ഓണാക്കിയത് കേട്ടോ. എന്നിട്ട് പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അതായത് അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട്, നമ്മൾ പച്ചരി ഒഴിച്ചതാണല്ലോ, അപ്പോൾ അടി പിടിച്ചു പോകും. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയത്തിലിട്ടിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അതൊന്ന് തിളച്ചൊന്ന് കുറുകി, അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പഴം ഒന്ന് വെന്ത് വരുന്നത് വരെ, അതായത് ഇതൊരു നോർമലി ഒരു നല്ല കട്ടിയുള്ള ഒരു പായസമാണ്. പഴം ഒന്ന് ജസ്റ്റ് ആ ഒരു ഇതിൽ കിടന്നിട്ട് വെന്ത് വരണം. അതുവഴി നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പഴത്തിൻ്റെ കളറൊന്ന് മാറി വരും കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല കട്ടിക്കായിട്ടുണ്ട്. നല്ല തിളച്ച് വന്ന് പഴമൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരിയുടെ മാവ് വെച്ചിട്ടുണ്ടാക്കിയതില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ഇത് ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് തന്നെ കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. പഴം ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി 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 കുറുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ. അപ്പം മധുരമൊക്കെ നോക്കുക. മധുരം ആവശ്യം കുറേ വേണ്ട എന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയൊന്ന് പൊട്ടി വന്നാൽ മതി. എന്നിട്ട് അപ്പോഴത്തേക്കും ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ തലശ്ശേരി സ്പെഷ്യൽ ബറാത്ത് സ്പെഷ്യൽ പായസം റെസിപ്പി. അപ്പം ഇതുവരെ കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എങ്കിൽ ഓയിലോ എന്തെങ്കിലും മതി കേട്ടോ. അതിലേക്കൊന്ന് ചെറിയ ഉള്ളിയാട്ടോ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കാഷ്നട്ട് മുന്തിരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വറുത്ത് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉള്ളിയുടെ ഒരു സ്മെല്ല് ഇതിൻ്റെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യിലാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഒന്നും കൂടെ ജസ്റ്റ് കുറച്ചൊന്ന് ചൂട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൂപ്പർ ഐറ്റമാണ്. കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.